വിക്രം സ്റ്റേഷനിൽ തിരിച്ചെത്തി. സമയം അതിരാത്രിയായിരുന്നു. അജിത്ത് ഇപ്പോഴും അറസ്റ്റ് മുറിയിലുണ്ട്. വിക്രം അയാളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, എന്താണ് സത്യം മറച്ചുവെച്ചത്? ചതിയനോ അതോ ചോദ്യം ചെയ്യുന്നവനോ? അജിത്ത് വിക്രമിനെ നോക്കി ചിരിച്ചു. ഇതൊരു സൂചനയാണ് സാർ. ഈ കളിയിൽ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. സത്യം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ, അത് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നവർ. വർക്കി അങ്കിൾ അതിൽ ഒരാളായിരുന്നു. നീ എന്തിനാണ് എന്നോട് ഇതെല്ലാം പറയുന്നത്? നിനക്ക് എന്നെ സഹായിക്കാൻ താൽപ്പര്യമുണ്ടോ? ഇല്ല സാർ, എനിക്ക് എന്റെ ജീവൻ രക്ഷിക്കണം. അജിത്തിന്റെ വാക്കുകൾ വിക്രമിനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി. വിക്രം അയാളെ വെറുതെ വിടാൻ തീരുമാനിച്ചു. എന്നിരുന്നാലും അജിത്തിനെ നിരീക്ഷിക്കാൻ അദ്ദേഹം രഹസ്യമായി സുനിലിനോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ വിക്രം വീണ്ടും വർക്കിയുടെ വീട്ടിലേക്ക് പോയി. അയാൾക്ക് എന്തെങ്കിലും സൂചന കിട്ടുമെന്ന് വിക്രം പ്രതീക്ഷിച്ചു. വീട്ടിലെ എല്ലാ സാധനങ്ങളും വിക്രം പരിശോധിച്ചു. അദ്ദേഹത്തിന്റെ പഠനമുറിയിലെ മേശ തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ ഒരു രഹസ്യ അറ കണ്ടു. അതിനകത്ത് ഒരു പഴയ ഡയറിയും ഒരു ചെറിയ താക്കോലും ഉണ്ടായിരുന്നു. ഡയറിയിൽ വർക്കി എഴുതിയ കാര്യങ്ങൾ വിക്രം വായിക്കാൻ തുടങ്ങി. 1995 ആ രാത്രി എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഞങ്ങൾ 6 പേരുണ്ടായിരുന്നു. ഞാൻ, ജോസഫ്, തോമസ്, അനിൽ, രാഘവൻ, മേരി. ഞങ്ങൾ ഒരു കളി കളിക്കാൻ തുടങ്ങി. ചോദ്യം ചെയ്യുന്നവൻ എന്ന ഞങ്ങൾക്ക് പേര് കിട്ടി. ജോസഫിനായിരുന്നു ഇതിലെ നായകപാത്രം. പിന്നീട് കളി വളരെ അപകടകരമായ ഒന്നായി മാറി. ഒരു കൂട്ടുകാരന്റെ മരണം ഒരു സാധാരണ സംഭവമായി മാറി. ജോസഫ് അത് വെളിപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷേ ഞങ്ങൾ 5 പേരും അവനെ തടഞ്ഞു. അത് അവനൊരു വലിയ ആഘാതമായി. പിന്നീട് ജോസഫ് ആത്മഹത്യ ചെയ്തു. ഞങ്ങൾ 5 പേർ മാത്രമായി ഈ ലോകത്ത്. പക്ഷേ കഴിഞ്ഞ 20 വർഷം ഞങ്ങൾക്ക് സമാധാനമില്ലായിരുന്നു. വിക്രം ഞെട്ടലോടെ ഡയറി അടച്ചു. വർക്കിയും കൂട്ടുകാരും ചേർന്ന് ഒരു കൊലപാതകം മറച്ചുവെച്ചു. ജോസഫിന്റെ മരണം ആത്മഹത്യയായിരുന്നില്ല, അതൊരു കൊലപാതകമായിരുന്നു. കൊലയാളി ആരാണെന്ന് വിക്രമിന് മനസ്സിലായി. പക്ഷേ ഈ കളിയിൽ ഇനിയും എന്തൊക്കെയോ രഹസ്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. അജിത്തിന്റെ വാക്കുകൾ വീണ്ടും വിക്രമിന്റെ മനസ്സിൽ മുഴങ്ങി. ഞാൻ എന്റെ ജീവൻ രക്ഷിക്കണം. അജിത്ത് ഒരുപക്ഷെ ഈ കൊലപാതകത്തിന് സാക്ഷിയായിരിക്കാം. വിക്രം ഡയറിയും താക്കോലും പോക്കറ്റിലിട്ടു. ആ താക്കോൽ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അത് അടുത്ത സൂചനയിലേക്കുള്ള വഴിയായിരിക്കുമെന്ന് വിക്രമിന് തോന്നി. വിക്രം തന്റെ ജീപ്പിലേക്ക് കയറി. ഫോണെടുത്ത് സുനിലിനെ വിളിച്ചു. അനിൽ, തോമസ്, രാഘവൻ, മേരി എന്നിവരുടെ വിവരങ്ങൾ എനിക്ക് ഉടൻ വേണം. കഴിഞ്ഞ 20 വർഷമായി അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതും വേണം. അജിത്തും വർക്കിയും കളിച്ചിരുന്ന ഗെയിം മരണക്കളിയായിരുന്നു. ആരാണ് ഈ ചോദ്യം ചെയ്യുന്നവൻ? അടുത്ത ഇര ആര്? വിക്രം ഈ രഹസ്യങ്ങൾ എങ്ങനെ പുറത്തുകൊണ്ടുവരും?